ഹായ് ഫ്രണ്ട്സ്, മിന്നുവിലേക്ക് സ്വാഗതം. നമ്മുടെ ഒരു ഗിവ് അവേയുടെ ഞെറുക്കിടുന്ന ദിവസമാണിന്ന്. അതായത് ക്വസ്റ്റ്യൻ ഞാൻ പറയാം. രാത്രിയിൽ ഓക്സിജൻ പുറപ്പെടുവിപ്പിക്കുന്ന മാതാവിൻ്റെ നാവ് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ഏതാണെന്നായിരുന്നു ഞാൻ ക്വസ്റ്റ്യനിൽ ചോദിച്ചത്. ആൻസർ പറയുകയാണ്. അതിൻ്റെ ആൻസർ സ്നേക്ക് പ്ലാന്റ് ആണ്. അപ്പം നമ്മുടെ കമൻറ്റിൽ സ്നേക്ക് പ്ലാന്റ് എന്ന് ആൻസർ ഇട്ടത് 90 പേരാണ് നമുക്ക് അതിൻ്റെ ആൻസർ തന്നിരിക്കുന്നത്. അപ്പം അത്രയും പേരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഇന്ന് നറുക്കിടുന്നത്. എല്ലാവരുടെയും പേര് ഞാൻ എഴുതിയിട്ടുണ്ട്. അതാണിപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് 1/9/2025 നമ്മൾ നറുക്കിടുന്നത്. അപ്പം വിജയികളെ തേടി സമ്മാനങ്ങൾ വരുന്നുണ്ട്. 3 പേരാണ് നമ്മൾ വിജയികളായിട്ട് പ്രഖ്യാപിക്കുന്നത്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, അങ്ങനെ 3 പേര് നമ്മളിപ്പം നറുക്കിട്ട് ഇതിൽ നിന്നെടുക്കും. ഈ 90 പേരിൽ നിന്നുമാണ് നമ്മൾ നറുക്കിട്ട് അതിൻ്റെ വിജയികളെയൊക്കെ തിരഞ്ഞെടുക്കാൻ പോകുന്നത്. പിന്നെ ഒരു കാര്യം ഞാൻ ഇതിൻ്റെ കൂടെ പറയുകയാണ്. നമ്മുടെ എല്ലാ ഗിവ് അവേയും ഇനി ഞായറാഴ്ച ദിവസങ്ങളിലായിരിക്കും, ആഴ്ചയിൽ ഒരു ദിവസം. അപ്പം നമ്മൾ ശനിയാഴ്ച ദിവസം അതിൻ്റെ വിജയികളെ തിരഞ്ഞെടുക്കും. അങ്ങനെയാണ് നമ്മൾ ഇനി അങ്ങോട്ടുള്ള വീഡിയോകൾ ഇടുന്നത്. പിന്നെ നമ്മുടെ വിന്നറെ തിരഞ്ഞെടുക്കാൻ പോവുകയാണ്. മിന്നുവാണ് വിന്നറിനെ തിരഞ്ഞെടുക്കുന്നത്. ഫസ്റ്റ് ആളെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. നോക്കട്ടെ ആരാണെന്ന് നമുക്ക് നോക്കാം. മിന്നു, നോക്കട്ടെ ആർക്കാണ് ഫസ്റ്റ് കിട്ടിയതെന്ന് നോക്കട്ടെ. മീനൂസ് വേൾഡിന് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും കൺഗ്രാജുലേഷൻസ് അറിയിച്ചു കൊള്ളുന്നു. ഇനി അടുത്തത് 2ാം സ്ഥാനം ആർക്കാണ് കിട്ടിയതെന്ന് നോക്കാം. മിന്നു ഇനി 2ാം സ്ഥാനം നേടുന്നത് ആർക്കാണെന്നാണ് മിന്നു നോക്കുന്നത്. ഞെറുക്കെടുക്കുകയാണ്. മിന്നു എടുത്തിട്ടുണ്ട്. മിന്നു നോക്കുന്നു. പേരൊക്കെ മിന്നുവാണ് ആദ്യം നോക്കുന്നത്. നോക്കട്ടെ ആരാ
നോക്കട്ടെ മിന്നു. ഫസ്ന പൊന്നുവിന് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും കൺഗ്രാജുലേഷൻസ് അറിയിക്കുകയാണ്. ഞറുക്കിടുന്നത് മിന്നു, ഫസ്റ്റ് മേടിച്ചത് മീനു, സെക്കൻഡ് പൊന്നു, എല്ലാം ഒരേപോലുള്ള പേരുകളാണല്ലോ വരുന്നത്. ഇനി 3-ാം സമ്മാനം നോക്കാം ആർക്കാണെന്ന്. അതും അങ്ങനെയുള്ള പേരാണോ അറിയത്തില്ല. മിന്നു എടുത്തിട്ടുണ്ട്. 3-ാം സ്ഥാനം ആർക്കാണെന്ന് നോക്കട്ടെ മിന്നു, നോക്കട്ടെ. ലൈബ വേൾഡ്. അപ്പം ലൈബ വേൾഡിനും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും കൺഗ്രാജുലേഷൻസ് അറിയിക്കുന്നു. ഇനി സമ്മാനങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് കാണണ്ടേ. ഫസ്റ്റ് സമ്മാനം ഏത് പ്ലാന്റാണെന്നും, സെക്കൻഡ് ഏത് പ്ലാന്റാണ് കൊടുക്കുന്നതെന്നും, തേർഡ് ഏത് പ്ലാന്റാണെന്നൊക്കെ ഉള്ളത് നമുക്ക് ഇനി കാണാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ്. ഈ ഒരു അഗ്ലോണിമയാണ് നമ്മൾ ഫസ്റ്റ് വിന്നറിന് കൊടുക്കുന്ന ചെടി. നല്ല ഭംഗിയുള്ള ചെടിയാണ്. ഇത് സെക്കൻഡ് നല്ല ചുവന്ന കളറിലുള്ള ആന്തൂറിയം ചെടിയാണ് കൊടുക്കുന്നത്. ഇതിൻ്റെ ഒരു നല്ലൊരു തൈയാണ് ഞാൻ കൊടുക്കുന്നത്. ഭംഗിയുള്ള പൂവാണ് ഇതിലുണ്ടാകുന്ന. നല്ല ചുവന്ന കളറിലെ പൂവുണ്ടാകുന്ന ആന്തൂറിയം ചെടിയാണ് സെക്കൻഡ്. ഇനി നമുക്ക് തേർഡ് കിട്ടിയ വ്യക്തിക്ക് കൊടുക്കുന്നത് കണ്ടല്ലോ, ഈ കലാത്തിയാണ്. ഈ നല്ല കലാത്തിയ ഇത് ഒരുപാട് തൈകൾ ഉണ്ടാവും നമ്മൾ നട്ട് വയ്ക്കുകയാണെങ്കിൽ. ഈ ചെടിയാണ് നമ്മൾ കൊടുക്കുന്നത്. അതെല്ലാം ഓണം കഴിഞ്ഞ് നമുക്ക് അയക്കാൻ പറ്റത്തുള്ളൂ, ഇപ്പോഴൊന്നും അയക്കത്തില്ല. അതുകൊണ്ട് ഈ സമ്മാനം നേടിയ വ്യക്തികളെല്ലാം എന്നെ കോണ്ടാക്റ്റ് ചെയ്യണം. വാട്സപ്പിലേക്ക് മെസ്സേജ് ഇടണം. എനിക്കാണ് ഫസ്റ്റ് വാങ്ങിയതല്ല, എനിക്കാണ് സെക്കൻഡ്, തേർഡ് എന്നൊക്കെ പറഞ്ഞായിരിക്കണം നമുക്ക് മെസ്സേജ് വരേണ്ടത്. എങ്കിൽ മാത്രമേ എനിക്കത് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുകയാണെങ്കിൽ അവർ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നമ്മൾ ഇനിയും ഇതുപോലുള്ള പ്ലാന്റുകൾ സമ്മാനങ്ങൾ തരുന്നുണ്ട്, ഗിവ് അവേ ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. പിന്നെ ഓണമൊക്കെ അല്ലേ, പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എല്ലാവർക്കും ഓണാശംസകൾ അറിയിച്ചുകൊള്ളുന്നു.